ഹലോ ഗൈസ്, നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കൈത്തോടുണ്ട്. പെരിയാറിൻ്റെ കൈവഴി എന്നൊക്കെ പറയുന്ന ഒരു കൈത്തോടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉമ്മർത്ത് വയ്ക്കാൻ പറ്റാത്ത കാരണം ചെടിച്ചട്ടിക്ക് സ്റ്റെയറിൻ്റെ സൈഡിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ മേളിലോട്ട് ആരും ഇങ്ങനെ അധികം കയറാറില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ കാക്കകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ. അതുകൊണ്ട് കാക്ക കഷ്ടമാണ് നിറച്ചും തൊടാൻ പറ്റില്ല ഇവിടെയൊന്നും. അമ്മാതിരി കിടക്കുവാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഈ പെരിയാറിൻ്റെ കൈവഴി എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ അത് ആകെപ്പാടെ കൂടി നശിച്ച് കിടക്കുവാണ് പുഴ. 30 വർഷം മുമ്പ് എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഭംഗിയുള്ള പുഴയായിരുന്നു. ഈ പാലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, കാക്ക അറവ് മാലിന്യമൊക്കെ കൊണ്ടുവന്നിട്ടതല്ല, ആളുകൾ കൊണ്ടുവന്നിട്ടതാണ്. എന്നിട്ട് കാക്ക കുത്തി വലിക്കുവാണ്. അതൊക്കെ വെള്ളത്തിൽ കിടന്ന് ആകെ നാശമായിരിക്കുകയാണ് പുഴ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിറച്ച് മീനുകളുണ്ട്. മീനുകളും പിന്നെ ആമ, പെരുമ്പാമ്പ് എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പെരുമ്പാമ്പിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ പുറത്തേക്കൊന്നും ഇങ്ങനെ കയറി വന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു വള്ളം പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങളെ രക്ഷിച്ച ബെൻസ് കാറാണ് കിടക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, പുഴയിൽ മീനുകൾ ചാടുന്നുണ്ട്, ചാടി മറിയുവാണ്. പക്ഷേ ഇത് എന്തുവാ പറയണേ, പാലാങ്കണ്ണി എന്ന് പറയുന്ന ഒരു സൈസ് മീനാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കതൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പിലോപ്പി, കരിമീൻ ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെന്താണ്, ബ്രാല്, വാഗബ്രാല് അങ്ങനെ പറയുന്ന മീനുകളൊക്കെയുള്ള തോടാണിത്. പക്ഷേ ഇവിടുന്ന് ഒരുപാട് മീനുകളൊക്കെ ഞങ്ങൾ പണ്ട് ചീന വലയൊക്കെ ഇട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മീൻ കളിച്ച് പുളയ്ക്കുകയാണ് ഇതിൽ, നോക്കിക്കേ. പക്ഷേ എൻ്റെ തൊണ്ട വയ്യ, എനിക്ക് ചുമ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, എൻ്റെ പിന്നാമ്പറ വിശേഷങ്ങൾ. ഓക്കെ, ഹായ്, ടാറ്റാ, ബൈ ബൈ, സി യു.